മോർണിംഗ്. നമ്മൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ മലയാള ക്ലാസ്സിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. എത്ര ദിവസമായി? ഒത്തിരി ദിവസമായില്ലേ? ഒത്തിരി ദിവസം എന്ന് വെച്ചാൽ എന്താണ്? കഴിഞ്ഞ വർഷമായിരുന്നു അല്ലേ? 2020 നമ്മുടെ ക്ലാസ് ആണ്. 2020 നമ്മുടെ ക്ലാസ്. 2020 ക്ലാസ് കഴിഞ്ഞ് നമ്മളിപ്പോൾ എന്തൊക്കെ കഴിഞ്ഞു? ക്രിസ്മസ് കഴിഞ്ഞു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് എന്താണ്? നമ്മളുടെ ഈ എക്സാം കഴിഞ്ഞു അല്ലേ? നമ്മളുടെ എക്സാം കഴിഞ്ഞു. പിന്നെ നമ്മൾ വെക്കേഷനൊക്കെ ആഘോഷിച്ചു. തിരിച്ച് പേപ്പറൊക്കെ കൊണ്ടു കൊടുക്കാനുള്ള സമയമായി. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ പുസ്തകങ്ങളിലേക്ക്, നമ്മുടെ പഠനത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്, തിരിച്ചു വന്നിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, ക്ലാസ്സുകളൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷനായി. നമ്മൾക്കാണെങ്കിൽ പോലും ഓപ്പൺ ആയി കഴിഞ്ഞു. അടുത്ത ചാൻസ് നിങ്ങൾക്കാണ്. അതുകൊണ്ട് ഓൺലൈൻ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഓൺലൈൻ പഠനമൊക്കെ ഏകദേശം അവസാനിക്കാറായി. ഇനിയിപ്പോൾ ഓഫ്ലൈൻ പഠനങ്ങളായിരിക്കും. നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സുകളെ പോലുള്ള ഓഫ്ലൈൻ പഠനങ്ങളായിരിക്കും. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഏകദേശം പഠിച്ചു തീരാനുള്ളതൊക്കെ ഒന്ന് തീർത്ത് വെക്കാം. എന്താ? അപ്പോഴെല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതിയെന്ന് വിചാരിച്ചു. നന്നായിട്ട് ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആഘോഷിച്ചു എന്ന് വിചാരിച്ചു. ഒക്കെ വേണമെന്ന് ക്ലാസ് ഒന്ന് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഏത് ക്ലാസ്സാണ്? നമ്മളുടെ തേജസ്വിയായ വാഗ്മിയാണ്. എത്രാമത്തെ അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ളത്? നമുക്ക് 12ാമത്തെ അധ്യായ ഭാഗമാണ് അടുത്തത് പഠിക്കാനുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് ശ്രദ്ധിച്ചേ. നോക്കിയേ, നമ്മൾ എന്താണ് ഇത് പഠിച്ചുകൊണ്ടിരുന്നത്? ഒന്ന് ഓർമ്മ നോക്കിയേ. എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? സ്വാമി വിവേകാനന്ദന്റെ കുട്ടിക്കാലത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ചെറുപ്രായം കഴിഞ്ഞ് കുറച്ചും കൂടി മുതിർന്ന ഒരു പ്രായത്തിലേക്ക് ആയി കഴിഞ്ഞു അല്ലേ? അദ്ദേഹത്തിന്റെ ആ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്താണ് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഏകദേശം ഒരു ജോലിയുടെ അവസ്ഥയിലേക്ക് എത്തി അല്ലേ? അതെല്ലാം നമ്മൾ പഠിച്ചെത്തി കഴിയാണ്. എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ആളായി കഴിഞ്ഞു നമ്മളുടെ വിവേകാനന്ദൻ. എന്താണ് അദ്ദേഹം എന്താണ് ഇനി ചിക്കാഗോയിൽ നടക്കാൻ പോകുന്ന ആ മതസമ്മേളനത്തെ കുറിച്ചുള്ള ആ ചിന്തകളിൽ അതിലേക്ക് അദ്ദേഹം ഒഴുകാൻ പോവുകയാണ്. അദ്ദേഹം ലോക സഞ്ചാരം നടത്തുകയാണ്. നമ്മുടെ കേരളത്തിൽ പോലും അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ആ സ്വാമി വിവേകാനന്ദ പ്രത്യേകത? എന്താണ്? നമ്മളുടെ ഇപ്പോഴത്തെ പോലെ വാഹന സൗകര്യമൊന്നും ഇല്ലായിരുന്നു. കൂടുതലും എന്തായിരുന്നു? നടത്തയായിരുന്നു, നടക്കുന്നതായിരുന്നു അല്ലേ? ഒരുപാട് വളരെ ആകർഷിച്ച ഒരു സ്ഥലത്തെ പറ്റി പറയുന്നില്ല. നമ്മുടെ 11ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഏതായിരുന്നു മക്കളെ? അദ്ദേഹം എവിടെ സഞ്ചരിച്ച കാര്യമാണ്? അദ്ദേഹം കന്യാകുമാരിയിലെത്തിയ കാര്യത്തെ പറ്റി പറയുന്നുണ്ടല്ലേ? കന്യാകുമാരിയിലെത്തിയതിൽ എന്തായിരുന്നു പ്രത്യേകത? എന്തായിരുന്നു കന്യാകുമാരിയിലെ മണൽത്തരികളുടെ പ്രത്യേകത? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങൾ ഓർത്ത് നോക്കിക്കേ. അങ്ങനെയായിരുന്നു, പല കളറിലുള്ള മണ്ണുകളായിരുന്നു അവിടെ, പല കളറിലുള്ള മണ്ണുകൾ അല്ലേ? അതിന്റെ പ്രത്യേകത എന്തായിരുന്നു? ആ പല കളറിലുള്ള മണ്ണുകൾ എന്ന് വെച്ചാൽ നമ്മളുടെ ദേവി കന്യാകുമാരി വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരവസരമായിരുന്നു. ആ സമയത്ത് എന്തുകൊണ്ടോ ആ ഒരു വിവാഹം മുടങ്ങിപ്പോകുന്നു. ആ വിവാഹം മുടങ്ങിയ സമയത്ത് എന്താണ് സംഭവിച്ചത്? അതെല്ലാം ആ വിവാഹത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന സിന്ദൂരങ്ങളും പൂക്കളും എല്ലാം തട്ടിച്ചിതറുകയാണ്. അതെല്ലാം ചെന്ന് വീണെടുത്താണ് ആ മണ്ണിന് ഏത് കളറായത്? പല വർണ്ണങ്ങൾ ആയിത്തീർന്നത്. കണ്ടോ? എന്താണ്? വിവിധ വർണ്ണങ്ങൾ ഒന്നിച്ചൊരു മഴവില്ലിന്റെ കാന്തിയുള്ള മണപ്പുറമാണ് നമ്മുടെ കന്യാകുമാരിയിൽ. ഇപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആ കളറുള്ള മണപ്പുറം കാണാൻ പറ്റുമോ? പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? അപ്പോൾ അതില്ല. ഇപ്പോഴെന്ന് വെച്ചാൽ പിന്നെ എന്താണ്? അവിടുത്തെ കച്ചവടക്കാരുടെ കൈ വലിയ കവറുകളിനകത്ത് പല കളർ മണ്ണ് അവർ വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പല വർണ്ണങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോഴേ കാണാൻ പറ്റും അല്ലേ? പിന്നെന്താണ് കന്യാകുമാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞേ? 3 സമുദ്രങ്ങൾ. നമ്മളുടെ 3 സമുദ്രങ്ങൾ, ത്രിവേണി സംഗമം എന്ന് പറയത്തില്ലേ? 3 സമുദ്രങ്ങൾ ഒന്നിക്കുന്ന സ്ഥലമാണ്. അത് നമുക്ക് കന്യാകുമാരി ചെന്ന് നിൽക്കുമ്പോൾ കാണാൻ സാധിക്കും. എങ്ങനെയാണ്? 3 കളറിലുള്ള 3 വർണ്ണത്തിലുള്ള
കടലിന്റെ മുകളിൽ കൂടി നടന്നു പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അദ്ദേഹം അവിടെ വന്ന് ആ വിവേകാനന്ദ പാറയൊക്കെ കണ്ടിട്ട് എന്താണ് അദ്ദേഹം അവിടെ നിന്ന് മദിരാശിയിലേക്ക്, മദിരാശി എന്ന് പറഞ്ഞാൽ എവിടെയാണോ നമ്മുടെ ഇപ്പോഴത്തെ ചെന്നൈ മദ്രാസ് എന്ന് പറയുന്നത്, മദ്രാസിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോയി. ബാക്കി ശ്രദ്ധിച്ച മക്കളെ 12ാമത്തെ പാഠഭാഗത്ത് അധ്യായത്തിലേക്ക് ഇടണം. നോക്കിക്കേ, ശ്രദ്ധിക്കുക. വിദേശത്ത് പോകുന്നതിനെ കുറിച്ച് ഉറച്ച തീരുമാനം അപ്പോഴും നരേന്ദ്രൻ എടുത്തിരുന്നില്ല. ഭൗതികതയിൽ സമ്പന്നമായ പാശ്ചാത്യ നാടുകൾ ഭാരതത്തിന്റെ ആധ്യാത്മിക സൗന്ദര്യം നിറയുമ്പോൾ മാത്രമേ ഈ നാടിനെ കുറിച്ചുള്ള അവരുടെ അവജ്ഞ മാറിക്കിട്ടൂ എന്ന് നരേന്ദ്രൻ വിശ്വസിച്ചു. പലതരം ആശങ്കകൾ തിരക്കിട്ട് മനസ്സിൽ വന്നതിനാൽ വിദേശത്ത് പോകണമെന്ന തീരുമാനം ഉറപ്പിക്കാൻ നാളുകൾ പിന്നെയും കഴിഞ്ഞു. അപ്പോഴെന്താണ് അദ്ദേഹം മദ്രാസിലേക്ക് മടങ്ങി, മദ്രാസിലേക്ക് ചെന്നൈയിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോയി. അപ്പോഴെന്താണ് ആ വിദേശത്തേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ഉറച്ച തീരുമാനം അപ്പോഴും നരേന്ദ്രൻ എടുത്തിരുന്നില്ല. വിദേശത്തേക്ക് പോകണമെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഉറച്ച തീരുമാനം നരേന്ദ്രൻ എടുത്തിരുന്നില്ല. ഭൗതികതയിൽ സമ്പന്നമായ പാശ്ചാത്യ നാടുകളിൽ ഭാരതത്തിന്റെ ആധ്യാത്മിക സൗന്ദര്യം നിറയുമ്പോൾ മാത്രമേ ഈ നാടിനെ കുറിച്ചുള്ള അവരുടെ അവജ്ഞ മാറുകയുള്ളൂ എന്ന് നരേന്ദ്രൻ വിശ്വസിച്ചു. നരേന്ദ്രൻ എന്താണ് വിശ്വസിച്ചത്? നമ്മളുടെ നാട്, നമ്മുടെ ഇന്ത്യയും അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, അന്തരങ്ങളുണ്ട്. അപ്പോഴെന്താണ് ആ ഭാരതത്തിന്റെ എന്താണ് ആത്മിക സൗന്ദര്യം നിറയുമ്പോൾ നമുക്ക് ഒരുപാട്, നമ്മളുടെ ഭാരതം ഇന്നാണെങ്കിൽ പോലും എങ്ങനെയാണെന്ന് നിങ്ങൾ എങ്ങനെയുള്ള രാഷ്ട്രമാണ്? വികസന രാഷ്ട്രമാണോ വികസിത രാഷ്ട്രമാണോ? വികസിത രാഷ്ട്രം. നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അമേരിക്കയും അതുപോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം എന്താണ്? അവർ വികസിത രാഷ്ട്രങ്ങളാണ്, വികസിച്ച് കഴിഞ്ഞ രാഷ്ട്രങ്ങളാണ്. നമ്മളിപ്പോഴും വികസിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴെന്താണ് ആ ഒരു വികസിത രാഷ്ട്രത്തെ പറ്റി എങ്ങനെയാണ് പറയുന്നത്? അത് നമ്മളുടെ ആ ഇന്ത്യൻ ഭാരതത്തിന്റെ ഒരു ആത്മിക സൗന്ദര്യം എന്താണ് നിറയുമ്പോൾ മാത്രമേ ഈ നാടിനെ കുറിച്ചുള്ള അവരുടെ അവജ്ഞ, അവജ്ഞ എന്ന് വെച്ചാൽ ഒരുതരം പുച്ഛഭാവത്തിനാണ് അവജ്ഞ എന്ന് പറയുന്നത്. ആ ഒരു അവജ്ഞ മാറി കിട്ടുകയുള്ളൂ എന്ന് നരേന്ദ്രൻ വിശ്വസിച്ചു. പലതരം ആശങ്കകൾ തിരക്കിട്ട് മനസ്സിൽ വന്നതിനാൽ വിദേശത്ത് പോകണമെന്ന തീരുമാനം ഉറപ്പിക്കുവാൻ നാളുകൾ പിന്നെയും കഴിഞ്ഞു. അപ്പോഴെന്താണ് ഒരുപാട് ആശങ്കകൾ. നമ്മളിപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ചിന്തിക്കുമ്പോഴും എന്താണ്, നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബാക്കി വശത്തെ പറ്റി നമ്മൾ ചിന്തിക്കത്തില്ലേ? നല്ല തീരുമാനമാണോ, എന്തൊക്കെ നമ്മൾ മെറിറ്റ്സും ഡീമെറിറ്റ്സും പറയത്തില്ലേ? ഇപ്പോൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതങ്ങനെ ചെയ്യാമോ, അങ്ങനെ ചെയ്താൽ ശരിയാകുമോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഭവിഷ്യത്ത് വരുന്നത് ഇങ്ങനെ ആയിരിക്കത്തില്ല. അങ്ങനെ ഒരുപാട് ചിന്തകൾ. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ അത്രത്തോളം ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വലുതാകുമ്പോഴേക്കും നിങ്ങളങ്ങനെ ചിന്തിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി ഏതെങ്കിലും ഇപ്പം തന്നെ നിങ്ങൾ സപ്പോസ് പഠിക്കാൻ മലയാളം കൊടുക്കുന്നത് സ്വാമി വിവേകാനന്ദ സേവ, ഇതെടുത്ത് പഠിച്ചാലേ എളുപ്പമുണ്ട്. എന്നാലും ആ കഥ പാടല്ലേ, മാഡം വല്ല ചോദിച്ചതിന് ഉത്തരം പറയാൻ അറിയാമോ, വിവേകാനന്ദൻ എന്താ ജനിച്ചത് അല്ലേ? അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് നമ്മുടെ മനസ്സിൽ വരത്തില്ലേ? എനിക്ക് വേണ്ട, അത് പഠിക്കേണ്ട, അത് മാറ്റിയേക്കാം. അടുത്ത എന്താണ് മാത്സ് എടുക്കാം. മാത്സ് നല്ല എളുപ്പമാണല്ലോ. അല്ല സാർ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മാത്സ് കൺഫ്യൂഷനാണ്, അത് മാത്സും വേണ്ട. അങ്ങനെ നമ്മൾ ചിന്തിച്ച് മാറ്റി വെക്കത്തില്ലേ? അതുപോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നമുക്ക് പഠന കാര്യങ്ങളെ പറ്റി മാത്രമേ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ കൂടുതലായിട്ടുള്ള ചിന്തകളിലേക്ക് എത്താനുള്ള പ്രായമായിട്ടില്ല. കുറച്ച് കുഞ്ഞുങ്ങളല്ലേ, നിങ്ങൾ 9th സ്റ്റാൻഡേർഡ് ആയതല്ലേ ഉള്ളൂ. അപ്പോൾ നോക്കിയേ കുഞ്ഞുങ്ങളെ, നരേന്ദ്രൻ മദ്രാസിലെത്തിയപ്പോൾ ഒരാൾ കുറച്ച് യുവാക്കളോടൊപ്പം അവിടെ കാത്തു നിന്നിരുന്നു. അപ്പോൾ അദ്ദേഹം കന്യാകുമാരിയിൽ നിന്നും മദ്രാസിലേക്കാണ് പോയത്. അപ്പോൾ അദ്ദേഹം മദ്രാസിലെത്തിയപ്പോൾ എന്താണ്, ഒരാൾ കുറച്ച് യുവാക്കളോടൊപ്പം അവിടെ കാത്തു നിന്നിരുന്നു. അഗൾ സിംഗ് പെരുമാൾ എന്ന അധ്യാപകനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും വിദ്യാർത്ഥികളുമായ കുറച്ച് പേര്. ആരൊക്കെയായിരുന്നു അത്? അളസിംഗ പെരുമാൾ. പെരുമാൾ എന്ന് പറയുന്നത് അറിയാലോ നിങ്ങൾക്ക്. നമ്മൾ പെരുമാൾ എന്ന് പറയുന്നത് ഒരു ജാതി ഉയർന്ന ആ ഒരു ആൾക്കാരെയാണ് പറയുന്നത് കേട്ടോ. അളസിംഗ പെരുമാൾ എന്ന അധ്യാപകൻ, അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അധ്യാപകനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും വിദ്യാർത്ഥികളുമായ കുറച്ച് പേരായിരുന്നു കാത്തു നിന്നത്. സ്വാമിജിയുടെ ദർശനം മാത്രമേ തന്നെ അവർ ആഹ്ലാദ വിവശരായി. എന്താണ്, അവര് സ്വാമിജിയെ കണ്ടപ്പോൾ തന്നെ എന്താണ്, അവർക്ക് വളരെയധികം സന്തോഷമുണ്ടായി. ആഹ്ലാദ
ഭയങ്കര സന്തോഷമാവും. ആ സന്തോഷം വരുമ്പോഴത്തേനും പ്രത്യേകത എന്താണ്? ഒരുപാട് സന്തോഷം വരുമ്പോഴാണ് എന്ത് വരും? സന്തോഷ കണ്ണീര് വരും. വന്നിട്ടുണ്ടോ? ഈ കൊച്ചുങ്ങൾക്ക് ഇതൊന്നും പരിവായില്ല. സന്തോഷ കണ്ണീര് വരും. നമ്മൾ അതേപോലെ ആഹ്ലാദ വിവശരാകുകയാണ് അദ്ദേഹം. നാട്ടില് അറിയപ്പെടുന്നവരായിരുന്നു അവിടെ നിന്നിരുന്നവരിൽ ഏറെ പേര്. എന്താണ്? നാട്ടിൽ വളരെ അറിയപ്പെടുന്നവർ, അതായത് ഒരു ഹൈ ലെവലിലുള്ള ആളുകൾ എന്ന് പറയാം, അറിയപ്പെടുന്ന ആൾക്കാരെ. ഇപ്പൊ നമുക്കാണെങ്കിൽ ഇവിടെ ചുറ്റുവട്ടത്തുള്ള അറിയപ്പെടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ എന്താണ്? നമ്മളുടെ പഞ്ചായത്ത് മെമ്പറെ നമുക്കറിയാം, പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയാം, മന്ത്രിമാരെ അറിയാം, പിന്നെന്താണ് ആക്ടേഴ്സ്, സിനിമാ നടന്മാരെ, സീരിയൽ നടന്മാരെയൊക്കെ നമുക്കറിയാം. പിന്നെന്താണ്? നല്ല ഡോക്ടേഴ്സിനെ അറിയാം, നല്ല ജോലിയിലിരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആരെയാണ്? നിങ്ങൾ അധ്യാപകരെ തന്നെയാണ് അല്ലേ? ആണ്. അപ്പോഴെന്താണ്? ഇവിടെ എന്താണ്? നാട്ടിൽ അറിയപ്പെടുന്നവരാണ് ആയിട്ടുള്ളവരാണ് കുറേ പേര് ഇരിക്കുന്നത്. എന്താണ്? വക്കീല്, ജഡ്ജി, കോളേജ് അധ്യാപകർ, സംസ്കൃത പണ്ഡിതർ, സാമുദായിക പരിഷ്കർത്താവ് എന്നിങ്ങനെ സമൂഹത്തിലെ പല തട്ടിലുമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രധാനപ്പെട്ട വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു. ആരൊക്കെയാണ് നോക്കിയ? വക്കീല്, ജഡ്ജി, കോളേജ് അധ്യാപകർ, സംസ്കൃത പണ്ഡിതൻ, സാമുദായിക പരിഷ്കർത്താവ് എന്നിങ്ങനെ സമൂഹത്തിലെ പല തട്ടിലുമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ അതിഥിയായിട്ടാണ് സ്വാമി അവിടെ വസിച്ചത്. അവരുടെ ഗസ്റ്റായിട്ടാണ്, അതിഥിയായിട്ടാണ് സ്വാമി അവിടെ വസിച്ചത്. ചില ദിവസങ്ങളിൽ മതങ്ങളെ വിശകലനം ചെയ്യുന്ന സമയത്ത് സ്വാമിജി ചിക്കാഗോയിൽ നടക്കുന്ന മതസമ്മേളനത്തെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ചില ദിവസങ്ങളിൽ എന്താണ്? അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ചില ദിവസങ്ങളിൽ എന്ത് ചെയ്തു? അവിടെ നടക്കുന്ന എന്തിനെ പറ്റിയാണ്? മതങ്ങളെ വിശകലനം ചെയ്താണ് അവിടെ സംസാരിച്ചത്. എന്നിങ്ങനെ എന്താണ്? ആ അതിഥികളോട് അവിടെ താമസിച്ച സമയത്ത് എന്താണ്? ആ മതങ്ങളെ വിശകലനം ചെയ്യുന്ന സമയത്ത് സ്വാമിജി ചിക്കാഗോയിൽ നടന്ന മതസമ്മേളനത്തെ കുറിച്ച് സംസാരിച്ചു. അവിടെ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്താണ്? ആ ചിക്കാഗോയിൽ നടക്കുന്ന ആ മതസമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞെങ്കിൽ, ഇവിടെ പോകാൻ കഴിഞ്ഞെങ്കിൽ എന്ന താല്പര്യവും അദ്ദേഹം പ്രകടിപ്പിച്ചു. സ്വാമിക്ക് വിദേശത്തേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും അതിന് മാറ്റം വരുത്തരുതെന്ന് ചിന്തിച്ച് മദ്രാസിലുള്ളവർ പണപ്പിരിവ് ആരംഭിച്ചു. ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് സേവിങ്സ് കാര്യങ്ങളൊന്നും ഇല്ലാതാണല്ലേ നമ്മുടെ വിവേകാനന്ദൻ. അപ്പോഴെന്താണ്? അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊരിക്കലും പോകാതിരിക്കരുത് എന്നുള്ള ഒരു ചിന്തയിൽ എന്താണ് അവരെന്ത് ചെയ്തു? അപ്പോൾ തന്നെ പണപ്പിരിവ് ആരംഭിച്ചു. അപ്പോഴും വിദേശത്തേക്ക് പോകുന്നതിനെ കുറിച്ച് സ്വാമിക്ക് അന്തിമ തീരുമാനം എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവർ പണപ്പിരിവെല്ലാം നടത്തിയെങ്കിലും വിദേശത്തേക്ക് പോകുന്നതിനെ പറ്റിയുള്ള അന്തിമ തീരുമാനം എടുക്കാൻ സ്വാമിജിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് സ്വരൂപിച്ച പണം ദരിദ്രർക്ക് വിതരണം ചെയ്യാനാണ് സ്വാമി പറഞ്ഞത്. അപ്പോഴെന്താണ്? അത് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെപ്പറ്റി വലിയ ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് എന്താണ്? ആ പിരിച്ച പണം എന്ത് ചെയ്യാൻ? പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാനാണ് അദ്ദേഹം പറഞ്ഞത്. ആ വാക്കുകൾ ഇതിനകം സ്വാമിയെ അടുത്ത് പരിചയിച്ച ആളുകളിൽ അത്ഭുതം ഉളവാക്കിയതുമില്ല. എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കുകൾ? എന്താണ്? അത് പണമില്ലാത്തവർക്ക്, ദരിദ്രരായിട്ടുള്ള ആൾക്കാർക്ക് ആ പണം കൊടുക്കാൻ പറഞ്ഞത്. എന്താണ് പറയുന്നത്? ആ വാക്കുകൾ ഇതിനകം സ്വാമിയെ അടുത്ത് പരിചയിച്ച ആളുകളിൽ അത്ഭുതം ഉളവാക്കിയതുമില്ല. അദ്ദേഹത്തിനെ ഒരിക്കലും അത്ഭുതപ്പെടുത്തിയില്ല. അദ്ദേഹവുമായിട്ട് കൂടുതൽ പരിചയമുള്ള ആൾക്കാർക്ക് ഒരിക്കലും അത് ഒരു ബുദ്ധിമുട്ടായി അദ്ദേഹം അങ്ങനെ പറഞ്ഞത് കൊണ്ട് അത്ഭുതമൊന്നും തോന്നിയില്ല. മദിരാശിയിലുള്ള എല്ലാവരും സ്വാമിജിയോട് ചിക്കാഗോയിൽ പോകണം എന്ന് ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു. ഇപ്പോഴെന്താണ്? മദ്രാസിയിലുള്ള ആൾക്കാർ, ചെന്നൈയിലുള്ള ആളുകൾ എന്താണ്? അദ്ദേഹം ചിക്കാഗോയിൽ പോകണം എന്ന് ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു. ആ താരസ്വരം നരേന്ദ്രന്റെ കർണങ്ങളെ സന്തുഷ്ടമാക്കിയെങ്കിലും യാത്രയിൽ തനിക്ക് വ്യക്തിപരമായ നേട്ടം ഉണ്ടാകുമോ എന്ന് സ്വാമിജി സംശയിച്ചു. എന്താണ്? ആ ഒരു താരസ്വരം, ആ ഒരുമിച്ചുള്ള കൂട്ടത്തോടെയുള്ള ആശബ്ദം എന്താണ്? അദ്ദേഹത്തിന്റെ കർണങ്ങളെ സന്തുഷ്ടമാക്കിയെങ്കിലും, ഒരുപാട് പേര് പറയുന്നത് കേട്ടുകൊണ്ട് കൊള്ളാമല്ലേ? എന്താണ്? അദ്ദേഹത്തിന് വളരെ താല്പര്യമായി കേട്ടപ്പോൾ എന്താണ്? അദ്ദേഹത്തിന്റെ ആ ഒരു തനിക്ക് എന്തെങ്കിലും വ്യക്തിപരമായ നേട്ടം ഉണ്ടാകുമോ എന്ന് സ്വാമിജി സംശയിച്ചു. എന്തായാലും താൻ ചെയ്യാൻ ആലോചിക്കുന്നത് മഹത്തായ ഒന്നാണ്. എന്താണെങ്കിലും താനിപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? മഹത്തായിട്ടുള്ള ഒന്നാണ്. ആ കൃത്യത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ
ഗുരുവിൽ നിന്ന് എന്തെങ്കിലും സൂചന ലഭിക്കുമോ എന്ന് നോക്കാം. അങ്ങനെ ലഭിച്ചില്ലെങ്കിൽ ആ ദൗത്യം ഉപേക്ഷിക്കാം എന്ന് നരേന്ദ്രൻ തീരുമാനിച്ചു. അപ്പോൾ തൻ്റെ ഈ ആഗ്രഹം എന്താണ്? വേണോ വേണ്ടയോ എന്നുള്ള ചിന്താഗതിയിൽ നിൽക്കുകയാണ്. അപ്പോഴെന്താണ് അത് താൻ പോണോ എന്നുള്ളതിനെ പറ്റി തൻ്റെ ഗുരുവിൽ നിന്നും എന്തെങ്കിലും ഒരു സൂചന ലഭിക്കുമോ എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്. അങ്ങനെ ഒരു സൂചന ലഭിച്ചാൽ എന്താണ്? അവിടെ പോകാം. ഒരുപക്ഷെ ലഭിച്ചില്ലെങ്കിൽ എന്താണ്? ആ ദൗത്യം ഉപേക്ഷിക്കാം എന്ന് നരേന്ദ്രൻ തീരുമാനിച്ചു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. സ്വാമിയുടെ ചിന്തയിൽ നിന്ന് തന്നെ ചിക്കാഗോ സമ്മേളനം കൂടിയിറങ്ങി. അപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോഴാ മനസ്സിലുള്ള ചിക്കാഗോ എന്നുള്ള ആ ഒരു സന്ദർശനത്തെ പറ്റിയുള്ള ഒരു ചിന്ത പോലും അദ്ദേഹത്തിൽ നിന്നും ഇല്ലാതായിപ്പോയി. ഒരു ദിവസം ധ്യാനം കഴിഞ്ഞ് സ്വാമി ഉറങ്ങാൻ കിടന്നു. പെട്ടെന്ന് ഒരുതരം കഠിനമായ മയക്കത്തിലേക്ക് അദ്ദേഹം വഴുതി വീണു. ഉറക്കത്തിൽ ഒരു സ്വപ്നം തെളിഞ്ഞു വന്നു. അപ്പോഴെന്താണ്? ഒരു ദിവസം അദ്ദേഹം ഉറങ്ങാൻ ധ്യാനമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നപ്പോഴെന്താണ്? പെട്ടെന്ന് കഠിനമായ ഒരു മയക്കത്തിലേക്കാണ് അദ്ദേഹം വഴുതി വീണത്. പിന്നെന്താണ്? ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം തെളിഞ്ഞു വന്നു. വിശാലമായ സമുദ്രം, വളരെ എന്താണ് അദ്ദേഹം കാണുന്ന സ്വപ്നമാണ്, വിശാലമായിട്ടുള്ള ഒരു സമുദ്രം. അപ്പോഴെന്താണ്? അദ്ദേഹത്തിൻ്റെ ആ ഉറക്കത്തിൽ അദ്ദേഹം കാണുന്ന ഒരു സ്വപ്നമാണ് അല്ലേ? അപ്പോഴെന്താണ്? ആ ഒരു സ്വപ്നത്തിൽ എന്താണ്? വിശാലമായിട്ടുള്ളൊരു സമുദ്രമുണ്ട്. അവിടെ എന്താണ്? ആ സമുദ്രത്തിൽ പക്ഷേ എന്താണ്? അവിടെ തിരയില്ല, തീരവുമില്ല. തീരവുമില്ലാത്തൊരു സമുദ്രമാണ് അദ്ദേഹം കാണുന്നത്. നരേന്ദ്രൻ അവിടെ നിൽക്കുകയാണ്. നരേന്ദ്രൻ എവിടെയോ നിൽക്കുകയാണ്. അത് തീരമാവാം. പെട്ടെന്ന് ചക്രവാളത്തിൽ ജലത്തിന് മുകളിൽ ഒരു കുങ്കുമ നിറം പടർന്നു. അത് വലുതായി സമുദ്രത്തെ പൊതിഞ്ഞു. കുങ്കുമ നിറത്തിൽ മഞ്ഞ കലർന്ന പ്രകാശം നിറഞ്ഞു. ആ പ്രകാശത്തിൽ ഒരു മുഖം പ്രത്യക്ഷമായി. ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ഗുരു പുഞ്ചിരിച്ചു. നരേന്ദ്രൻ കൈകൂപ്പി പ്രണമിച്ചു. ഗുരു നരേന്ദ്രന്റെ അടുത്തു വന്നു. സമുദ്രത്തിലേക്ക് മാടി വിളിച്ചു. സ്വാമിജി ഗുരുവിൻ്റെ പുറകെ ചെന്നു. ചക്രവാളം തുറന്ന് അവർ അപ്പുറം കടന്നു. എന്തൊരു സ്വപ്നമല്ലേ! ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അദ്ദേഹം ഒരു തീരുമാനമെടുക്കാൻ വയ്യാതെ തന്നെ ഗുരു എന്തെങ്കിലും പറഞ്ഞു തരുമെന്ന് വിചാരിച്ച് അങ്ങനെ കിടക്കുന്ന ഒരു അവസരത്തിൽ എന്താണ്? ഒരു തീരവും ഇല്ലാത്ത ഒരു സമുദ്രമാണ് അദ്ദേഹം കാണുന്നത്. നരേന്ദ്രൻ എവിടെയോ നിൽക്കുകയാണ്. പക്ഷേ തീരത്താകാം. പെട്ടെന്ന് എന്താണ്? ചക്രവാളം, ആ ഒരു ചക്രവാളം നമ്മുടെ പടിഞ്ഞാറേ ഭാഗം, സൂര്യനൊക്കെ അസ്തമിക്കുന്ന ചക്രവാളത്തിലാണ്. ആ ചക്രവാളത്തിൽ എന്താണ്? ജലത്തിന് മുകളിൽ എന്താണ്? ഒരു കുങ്കുമ നിറം, നല്ല ചുവപ്പ് കളർ ഇങ്ങനെ തെളിഞ്ഞു വന്നു. എന്നിട്ട് എന്താണ്? അത് ഒരു വലുതായി ആ സമുദ്രത്തെ മൊത്തത്തിലൊക്കെ പൊതിഞ്ഞു. ഏതാണ്? ആ കുങ്കുമ നിറം ആ സമുദ്രത്തെ മൊത്തത്തിൽ പൊതിഞ്ഞു. പിന്നെന്ത് ചെയ്തു? ആ കുങ്കുമ നിറത്തിൽ എന്താണ്? മഞ്ഞ കലർന്ന പ്രകാശം നിറഞ്ഞു. ആ പ്രകാശത്തിൽ എന്താണ് പ്രത്യക്ഷമായത്? ഒരു മുഖം പ്രത്യക്ഷമായി. ആരുടെ മുഖമാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ മുഖമാണ്. ഗുരു എന്താണ്? പുഞ്ചിരിച്ചുകൊണ്ട് നരേന്ദ്രൻ നമ്മൾ അദ്ദേഹത്തെ വണങ്ങി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് എങ്ങോട്ട് പോവുകയാണ്? ആ ചക്രവാളം തുറന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് അവർ കടക്കുകയാണ്. എന്ത് നല്ല സ്വപ്നമല്ലേ! പെട്ടെന്ന് നരേന്ദ്രൻ ഉണർന്നു. എന്ത് ചെയ്തു? ഉണർന്നു. അല്പനേരം സ്വപ്നത്തിൻ്റെ ഊഷ്മളതയിൽ കിടന്നു. കുറച്ചു നേരം ഉണർന്നിട്ട് പെട്ടെന്ന് കുറച്ചു നേരം ആ ഒരു സ്വപ്നത്തിൻ്റെ ഊഷ്മളതയിൽ കിടന്നു. ഗുരുവിൽ നിന്നും തനിക്ക് സമ്മേളനത്തിന് പോകാൻ അനുവാദം ലഭിച്ചിരിക്കുന്നുവെന്ന് നരേന്ദ്രന് ബോധ്യമായി. അപ്പോഴെന്താണ്? ഇതിലൂടെ, ഈ ഒരു സ്വപ്നത്തിലൂടെ എന്താണ് അദ്ദേഹത്തിന് ബോധ്യമായത്? തനിക്ക് പോകാനുള്ള അനുവാദം ലഭിച്ചിരിക്കുന്നുവെന്ന് നരേന്ദ്രന് ബോധ്യമായി. ഉടൻ തന്നെ പാശ്ചാത്യ പര്യടനത്തിന് പോകാൻ അനുവാദം തരണമെന്നുകൊണ്ട് അദ്ദേഹം അനുഗ്രഹം തേടിക്കൊണ്ടും കത്ത് മാതൃദേവിയായ നരേന്ദ്രൻ ആരാധിക്കുന്ന ശാരദാദേവിക്ക് എഴുതി. എന്താണ്? അതുകൊണ്ട് അദ്ദേഹത്തിന് പാശ്ചാത്യ പര്യടനത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള അനുവാദം തരണമെന്ന് അദ്ദേഹം മാതൃദേവിയായി നരേന്ദ്രൻ ആരാധിക്കുന്ന ശാരദാദേവിക്ക് എഴുതി. തൻ്റെ അനുവാദവും അനുഗ്രഹവും നൽകിക്കൊണ്ട് അമ്മ മറുപടി എഴുതുകയും ചെയ്തു. അദ്ദേഹത്തിന് ആ അനുവാദവും അനുഗ്രഹവും എല്ലാം നൽകിക്കൊണ്ട് അമ്മ മറുപടി എഴുതുകയും ചെയ്തു. സ്വാമി ഒരു ലഘു പ്രഭാഷണത്തിന് ശിഷ്യന്മാരുടെ മുമ്പിൽ എത്തി. അതിനുശേഷം ഒരു ലഘു പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് ശിഷ്യന്മാരുടെ മുന്നിൽ എത്തി. അദ്ദേഹം തൻ്റെ തീരുമാനം പ്രഖ്യാപിച്ചു.
ഇനി പടിഞ്ഞാറോട്ട് തന്നെ അമ്മയും സമ്മതിച്ചിരിക്കുന്നു. എന്താണ് ഇനി പാശ്ചാത്യ ലോകത്തേക്ക് പോവുകയാണ്. ഇനി പടിഞ്ഞാറോട്ട് പോവുകയാണ്. ചക്രവാളം തുറന്നല്ലേ അദ്ദേഹത്തിനെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ സ്വപ്നത്തിൽ കൊണ്ടുപോയത് അല്ലേ? അതുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് അദ്ദേഹം പോകാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞു. സ്വാമിയുടെ യാത്രയ്ക്ക് മദ്രാശിയിലെ ശിഷ്യന്മാർ ഏകദേശം 4000-ഓളം ഉറുപ്പിക പിരിച്ചു. ആ 4000 രൂപയ്ക്ക് അന്തകാലത്ത് എന്നാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മുടെ ഏകദേശം 1700 ആ ഒരു കാലഘട്ടത്തെ പറ്റിയല്ലേ പറയുന്നത്. അപ്പോൾ 4000 രൂപയ്ക്ക് നല്ല വാല്യൂ ഉള്ള സമയമാണ് കേട്ടോ. 4000-ഓളം ഉറുപ്പിക പിരിച്ചു. മൈസൂർ രാജാവും രാമനാട്ട് രാജാവും വേണ്ടത്ര സംഭാവന നൽകിയില്ല കേട്ടോ. മൈസൂർ രാജാവും എന്താണ് രാമനാട്ട് രാജാവും എന്താണ് വേണ്ടത്ര സംഭാവന നൽകിയില്ല. മദ്രാശിയിൽ നിന്ന് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ശിഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കവേ ഖേത്രി രാജാവിൽ നിന്നും അടിയന്തരമായി ഒരു സന്ദേശമെത്തി. തന്റെ നവജാത ശിശുവിനെ അനുഗ്രഹിക്കുവാൻ ഖേത്രി സംസ്ഥാനത്ത് എത്തണമെന്ന്. അപ്പോഴെന്താണ് ഖേത്രി രാജ്യത്തിലേക്ക് ഒരു ദൂത് വന്നു. തന്റെ നവജാത ശിശുവിനെ ജനിച്ച കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെല്ലണമെന്ന്. വിദേശയാത്ര ആരംഭിക്കുവാൻ നിശ്ചയിച്ച ദിവസമായ 1793 മെയ് 31 മുംബൈയിൽ നിന്നും കപ്പൽ കയറുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഭംഗിയായി നിർവഹിച്ചു കൊള്ളാമെന്നും മഹാരാജാവിന്റെ സന്ദേശവാഹകർ അറിയിച്ചു. അവിടെ തന്നെ ഖേത്രി രാജാവ് എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിൽ നിന്നും അടിയന്തരമായിട്ട് ഒരു സന്ദേശം എത്തുകയും ആ സന്ദേശത്തിൽ എന്ത് കാര്യങ്ങളായിട്ട് പറഞ്ഞിരുന്നത്? അടിയന്തരമായിട്ട് അവിടെ എത്തണം, തന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണം. കൂടാതെ എന്താണ് അദ്ദേഹത്തിന് വിദേശയാത്ര ചെയ്യാൻ വേണ്ടി വിദേശയാത്ര ആരംഭിക്കാൻ നിശ്ചയിച്ച ദിവസമായിട്ടുള്ള എന്നാണ് 1793 മെയ് മാസം 31-ാം തീയതിയാണ്. അന്ന് മുംബൈയിൽ നിന്നും കപ്പൽ കയറുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഭംഗിയായി നിർവഹിച്ചു കൊള്ളാമെന്നും മഹാരാജാവിന്റെ സന്ദേശവാഹകർ അറിയിച്ചു. നരേന്ദ്ര ഖേത്രിയിൽ എത്തി. മഹാരാജാവ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരുന്നു. എന്താണ് രാജാവ് അപ്പോഴേക്കും അദ്ദേഹം ചെന്നപ്പോഴേക്കും ഖേത്രി ചെന്നപ്പോഴേക്കും അദ്ദേഹം എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. അങ്ങനെ 1793 മെയ് 31 തന്നെ നരേന്ദ്രൻ മുംബൈയിൽ നിന്നും കപ്പൽ യാത്ര ആരംഭിച്ചു. അങ്ങനെ എന്നാണ് അദ്ദേഹം പോയത്? 1793. ഞാൻ പറഞ്ഞില്ല ആ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ 4000 രൂപ എന്ന് പറഞ്ഞത് എന്താണ് ഇപ്പോഴത്തെ ഏകദേശം ലക്ഷങ്ങളുടെ വിലയുണ്ട്. അപ്പോൾ ആ ഒരു പൈസയൊക്കെ ആയിട്ട് അദ്ദേഹം വിദേശത്തേക്ക് എങ്ങനെയാണ് പോയത്? ഫ്ലൈറ്റിലാണോ? അല്ല, കപ്പലിലാണ് പോയത്. നമ്മളുടെ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ സ്വപ്നത്തിലെന്താണ് അദ്ദേഹം കടലിലല്ലേ നിന്നിരുന്നത്, സമുദ്രത്തിലല്ലേ നിന്നിരുന്നത്. എന്താണ് തീരവും തിരയുമില്ലാത്ത കടൽ. അതെന്താണ് പ്രത്യേകത? ആഴക്കടലാണ്. ആഴക്കടലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തിര കാണാൻ പറ്റുമോ? ഇല്ല. നമ്മളുടെ ഈ കരയിലോട്ട് അടിക്കുന്ന ഭാഗത്ത് മാത്രമേ നമുക്ക് കടലിൽ തിര കാണാൻ പറ്റുള്ളൂ. കുറേ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തിര കാണാൻ പറ്റത്തില്ല. അതുപോലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തീരം കാണാൻ പറ്റുമോ? തീരവും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹം കപ്പലിൽ പോവുകയാണ് കേട്ടോ. ഭാരതത്തിന്റെ ആധ്യാത്മിക ചിത്രം ഇവിടെ മുതൽ നവോത്ഥാനത്തിലേക്ക് പുരോഗമിക്കുന്നു. നമ്മുടെ ഭാരതത്തിന്റെ ആ ഒരു ആധ്യാത്മിക ചരിത്രമാണ് ഇവിടെ തുടക്കമാവുകയാണ്. ആ കപ്പൽ യാത്രയോടുകൂടി അവിടെ തുടക്കമാവുകയാണ്. ഇവിടെ മുതൽ നവോത്ഥാനത്തിലേക്ക് പുരോഗമിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ ആദ്യ വിദേശ യാത്രയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ പഠിച്ചു കഴിഞ്ഞത്. ഓക്കെ മക്കളെ, അപ്പോൾ നന്നായിട്ട് വായിച്ചു നോക്കുക. എന്ത് സംശയമുണ്ടെങ്കിലും ചോദിക്കുക. ഇതിനകത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അതനുസരിച്ച് ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി തയ്യാറാകുക കേട്ടോ. അപ്പോൾ എന്തായാലും പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ എന്താണ് ഒരുപക്ഷെ സാമ്പത്തിക സ്ഥിതി അതിനുള്ള ഒരു ഇതാണ്. പിന്നെന്താണ് അനുവാദം കിട്ടണം. അദ്ദേഹത്തിന് മനസ്സിൽ എന്ത് വേണം എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ആ സമയത്ത് എന്താണ് അദ്ദേഹം അതിന് മുമ്പ് അദ്ദേഹം എവിടെയാണ് വന്നത്? നമ്മുടെ കന്യാകുമാരിയിലാണ് വന്നത്. കന്യാകുമാരിയിൽ തിരിച്ച് മദ്രാസിലേക്ക് അദ്ദേഹം ചെന്ന് കഴിഞ്ഞപ്പോഴുള്ള കാര്യങ്ങളെ പറ്റിയല്ലേ പറയുന്നത്. എന്താണ് അദ്ദേഹം അവിടുത്തെ പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ കൂടായിരുന്നു അദ്ദേഹം തങ്ങിയിരുന്നത്. ആരൊക്കെയാണ്?
വക്കീല്, ജഡ്ജി, കോളേജ് അധ്യാപകര്, പിന്നെ സംസ്കൃത പണ്ഡിതന്മാര്, സാമൂഹിക പരിഷ്കർത്താവ് എന്നിവർ പല തട്ടിലുമുള്ള സമൂഹത്തിൽ പല തട്ടിലുമുള്ളവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെന്താണ് അവരുടെ അതിഥിയായിട്ടാണ് അദ്ദേഹം അവിടെ താമസിച്ചിരുന്നത്. പിന്നെന്താണ് ആ സമയത്താണ് എന്താണ് ചിക്കാഗോയിൽ നടക്കുന്ന ആ മതസമ്മേളനത്തെ കുറിച്ച് അവരുടെ ഇടയിൽ ഒരു ചർച്ച വരികയും അദ്ദേഹത്തിന് അവിടെ പോകാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് തന്നെ അവരെല്ലാവരും കൂടി അതിനു വേണ്ടുന്ന പൈസ പിരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതിനു വേണ്ടിയുള്ള പൈസ പിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴെന്താണ് ആ ഒരു പൈസ പിരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പോലും എന്താണ് അദ്ദേഹത്തിന് ഒരിക്കലും വിദേശത്തേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ നിന്നും വന്നില്ല. അപ്പോൾ പണപ്പിരിവെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് എന്തായിരുന്നു, ആ പാവപ്പെട്ടവർക്ക് പണമില്ലാത്തവർക്ക് ആ പൈസകൾ നമുക്ക് കൊടുക്കാം, ദരിദ്രർക്ക് വിതരണം ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോഴെന്താണ് അദ്ദേഹത്തെ പരിചയമുള്ള ആൾക്കാർക്ക് ഒരിക്കലും അതൊരു അത്ഭുതമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെന്താണ് മദ്രാസിലുള്ള ആളുകൾ എല്ലാവരും അദ്ദേഹത്തിനോട് എന്താണ് ചിക്കാഗോയിൽ പോകണമെന്ന് പറയുന്നുണ്ടെങ്കിലും എന്താണ് അതിന് ഒരു വ്യക്തമായ തീരുമാനം എടുക്കാൻ വേണ്ടി ഇവിടെ നരേന്ദ്രന് സാധിച്ചില്ല. അദ്ദേഹം എന്താണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഗുരുവിൽ നിന്നും ശ്രീരാമകൃഷ്ണ പരമഹംസരിൽ നിന്നും എന്തെങ്കിലും ഒരു സൂചന അദ്ദേഹത്തിന് ലഭിക്കുമോ എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഒരു ചിന്ത വരെ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും മാറിപ്പോയി. അപ്പോൾ ഒരു ദിവസം ഒരു സ്വപ്ന ദർശനം ഉണ്ടായി. എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ ആ സ്വപ്നം, അദ്ദേഹം ധ്യാനം കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കിടക്കുന്ന അവസരത്തിൽ എന്താണ് ഒരു തരം അദ്ദേഹം ഒരു കഠിനമായ മയക്കത്തിലേക്ക് വീഴുകയാണ്. അപ്പോഴെന്താണ് അദ്ദേഹത്തിന്റെ സ്വപ്നം എങ്ങനെയുള്ളതായിരുന്നു, അദ്ദേഹം ഒരു വിശാലമായ സമുദ്രത്തിലാണ്. എന്താണ് അവിടെ എന്താണ് തിരയുമില്ല തീരവുമില്ലാത്ത പോലത്തെ വിശാലമായ സമുദ്രം. അവിടെ എന്താണ് അവിടുത്തെ ചക്രവാളത്തിൽ എന്താണ് ജലത്തിന് മുകളിലൊരു കുങ്കുമ നിറം വരികയും അതൊരു വലിയ സമുദ്രമായിട്ട് സമുദ്രത്തിൽ മൊത്തം ഒരു ചുവപ്പ് കളറായിട്ട് പൊതിയുകയും ചെയ്തു അല്ലേ. എന്നിട്ട് എന്താണ് ആ പ്രകാശത്തിൽ ഒരു മുഖം പ്രത്യക്ഷമായി. ആ മുഖം ആരുടെയായിരുന്നു, ആ മുഖം ആരുടെയായിരുന്നു, ഇവിടെ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ മുഖമായിരുന്നു അത് അല്ലേ. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം പുഞ്ചിരിയോടുകൂടി അദ്ദേഹത്തെ കണ്ടത് നരേന്ദ്രൻ എന്ത് ചെയ്തു, കൈകൂപ്പി അദ്ദേഹത്തെ പ്രണമിച്ചു. എന്നിട്ട് എന്താണ് ആ ഗുരു അടുത്ത് വന്നിട്ട് എന്ത് ചെയ്തു, ആ സമുദ്രത്തിലേക്ക് മാടി വിളിക്കുകയാണ് നമ്മളുടെ നരേന്ദ്രനെ. മാടി വിളിച്ചിട്ട് അവർ രണ്ടുപേരും കൂടി എന്താണ് ചക്രവാളം തുറന്ന് ആ ചക്രവാളത്തിനപ്പുറത്തേക്ക് ഗുരുവും ശിഷ്യനും കൂടി പോയി. അപ്പോൾ ആ ഒരു സ്വപ്ന ദർശനത്തിലൂടെ അദ്ദേഹത്തിന് എന്താണ് മനസ്സിലായത്, അദ്ദേഹം ആഗ്രഹിക്കുന്നു, അദ്ദേഹത്തിന്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ചിക്കാഗോയിൽ പോകാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ അതിനുശേഷം എന്താണ് അദ്ദേഹം അനുവാദം കിട്ടിയെന്ന് ബോധ്യമാവുകയും പിന്നെന്താണ് ഉടൻ തന്നെ പാശ്ചാത്യ പര്യടനത്തിന് പോകാൻ അദ്ദേഹം തയ്യാറാവുകയും ചെയ്തു. അതിനു വേണ്ടിയിട്ട് അനുഗ്രഹം തേടിക്കൊണ്ടുള്ള കത്ത് മാതൃദേവിക്ക് വേണ്ടി എഴുതുകയും അമ്മ അനുഗ്രഹിച്ചുകൊണ്ടുള്ള കത്ത് തിരിച്ച് അയക്കുകയും ചെയ്തു അല്ലേ. അദ്ദേഹം വളരെ സന്തുഷ്ടനായി. അപ്പോഴെന്താണ് ആ മദ്രാശിയിൽ നിന്നുള്ള ആ ഒരു ശിഷ്യന്മാരെല്ലാവരും കൂടി ഏകദേശം 4000-ഓളം രൂപ അദ്ദേഹം കളക്ട് ചെയ്യുകയും, പക്ഷെ എന്താണ് നമ്മളുടെ ആരാണ് മൈസൂർ രാജാവും രാമനാട് രാജാവും വേണ്ടത്ര സംഭാവനകൾ അദ്ദേഹത്തിന് കൊടുത്തിരുന്നില്ല ഈ ഒരു വിദേശയാത്രയ്ക്ക് വേണ്ടിയിട്ട്. ആ സമയത്ത് എന്താണ് ആ കേന്ദ്രീ രാജാവ് എന്താണ് അദ്ദേഹം അടിയന്തരമായിട്ടൊരു സന്ദേശം അയക്കുകയാണ് തൻ്റെ നവജാത ശിശുവിനെ കാണാൻ കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലണമെന്ന്. അപ്പോഴെന്താണ് അത് വീണ്ടും എന്താണ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ യാത്രാ ദിവസം ആ യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും വേണ്ടുന്ന എല്ലാ സഹായവും എല്ലാം വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം ഭംഗിയാക്കി വെച്ചിരിക്കുന്നു, അത് ചെന്നാൽ മാത്രം മതി എന്ന് പറയുകയും അദ്ദേഹം പോവുകയും ചെയ്തു. അപ്പോഴെന്താണ് 1793 മെയ് 31 അദ്ദേഹം അദ്ദേഹത്തിന്റെ വിദേശ യാത്ര ആരംഭിക്കുന്നത് അല്ലേ. അദ്ദേഹം മുംബൈയിൽ നിന്നും കപ്പൽ യാത്ര ആരംഭിക്കുകയാണ്. ആ കപ്പൽ യാത്ര എന്തായിരുന്നോ ഭാരതത്തിന്റെ ആധ്യാത്മിക ചരിത്രം ഇവിടെ മുതൽ നവോത്ഥാനത്തിലേക്ക് പുരോഗമിക്കുകയാണ്. ഓക്കെ കുഞ്ഞുങ്ങളെ, നല്ല അധ്യായമല്ലേ ഇത്? ഇവിടെ നന്നായിട്ട് വായിച്ചു നോക്കുക. ഏത് ചോദ്യം വന്നാലും നിങ്ങൾ അതിന് ഉത്തരം എഴുതാൻ തയ്യാറാക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും മാഡത്തിനെ വിളിച്ച് ചോദിക്കുക. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.